ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെൻ ലാൻഡ്സ്കേപ്പ് ബിക്കംസ് വുമൺ ബൈ അരുന്ധതി സുബ്രഹ്മണ്യമാണ്. ഇൻ ഹെർ പോം വെൻ ലാൻഡ്സ്കേപ്പ് ബിക്കംസ് വുമൺ, അരുന്ധതി സുബ്രഹ്മണ്യം പ്രസൻറ്റ്സ് ആൻ അക്കൗണ്ട് ഓഫ് ആൻ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഹെർ ലൈഫ് വെൻ ഷീ വാസ് 8 years ഓൾഡ്. അപ്പോൾ ഇതൊരു ഇൻസിഡൻറ്റ് നമ്മുടെ പോയിറ്റിൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. അവൾക്ക് 8 വയസ്സുള്ളപ്പോഴുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് പോമിലോട്ട് പോകാം. വെൻ ലാൻഡ്സ്കേപ്പ് ബിക്കംസ് വുമൻ, അതാണ് നമ്മുടെ പോമിൻ്റെ ടൈറ്റിൽ. അപ്പോൾ എങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് ഒരു വുമൺ ആകുന്നത് എന്നാണ് പറയുന്നത്. I was 8 when I looked through a keyhole and saw my mother in the drawing room in her hibiscus silk saree. Her fingers slender around a glass of iced cola. And I grew suddenly shy for never having seen her before. അപ്പം 8 വയസ്സുള്ളപ്പം ഞാനൊരു കീ ഹോളിലൂടെ നോക്കിയെന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പം കീ ഹോൾ, അപ്പം പോയിറ്റ് ഒരു റൂമിൻ്റെ ബിഹൈൻഡിലായിരിക്കും. അപ്പോഴല്ലേ കീ ഹോളിൽ കൂടെ നോക്കി ഇപ്പോൾ ഡ്രോയിങ് റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഡ്രോയിങ് റൂമിൽ കീ ഹോളിലൂടെ നോക്കിയപ്പോൾ ഡ്രോയിങ് റൂമിൽ അമ്മ നിൽക്കുന്നു. അമ്മയാണെങ്കിൽ ഒരു ഹിബിസ്കസ് സിൽക്ക് സാരിയൊക്കെ ഉടുത്താണ് നിൽക്കുന്നത്. അമ്മയുടെ ഫിംഗേഴ്സ് ഒരു ഐസൊക്കെ ഇട്ട ഒരു കോള പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പെട്ടെന്ന് എനിക്കൊരു നാണം വന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ അമ്മേനെ ഇതുപോലെ മുമ്പ് കണ്ടിട്ടില്ല. I knew her well, of course. Serene undulation of blue mulmul wrist serrated by thin gold bangle, gentle convexity of mole on upper right arm, and high arched foot better than I knew myself. And I knew her voice, like running water, ice cubes in cola. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അമ്മേനെ നല്ലപോലെ അറിയാം. സെറൈൻ അണ്ടുലേഷൻ ഓഫ് ബ്ലൂ മുൾ എന്ന് പറയുന്നത് പോലെ അറിയാം. പിന്നെ അമ്മയുടെ കൈ എന്ന് പറയുമ്പോൾ തിൻ ഗോൾഡ് ബാങ്കിളും ഉണ്ട്. തിൻ ഗോൾഡ് ബാങ്കിൾ അമ്മ ഇടും. അതേപോലെ അപ്പർ റൈറ്റ് ആമിൽ മോളുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര പൊക്കമുള്ളൊരു ആർക്ഡ് ഫൂട്ടാണ് ഉള്ളത്. എന്നെക്കാളും നന്നായിട്ട് എനിക്ക് അമ്മേനെ അറിയാമെന്നാണ് പറയുന്നത്. ഞാൻ എന്നെ അറിയുന്നോളം ഇപ്പം അവൾക്ക് പോയിറ്റിനേക്കാൾ അവൾക്ക് നന്നായിട്ട് അമ്മേനെ അറിയാമെന്നാണ് പറയുന്നത്. പിന്നെ വോയിസും അറിയാം. അമ്മയുടെ വോയിസ് എന്ന് പറയുമ്പോൾ റണ്ണിങ് വാട്ടർ പോലെയാണ്. അതേപോലെ ഇപ്പം അവിടെ ഒരു ഹൈഫൻ ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയായി മാറിയിരിക്കുകയാണ്, കോളയിൽ ഐസ് ക്യൂബ്സ് പോലെ അല്ല. നമ്മൾ കോളയിൽ ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ പ്രത്യേകതരം, അതേപോലെ. ബട്ട് ത്രൂ ദ കീ ഹോൾ അറ്റ് ദ ഗ്രോൺ അപ്പ് പാർട്ടി ഷീ വാസ് നോ ലോങ്ങർ ജോഗ്രഫി എന്ന് പറയുന്നുണ്ട്. അതായത് കീ ഹോളിലോട് നോക്കിയപ്പം അത് ഗ്രോൺ അപ്പ് പാർട്ടിയാണ്, അതായത് അഡൽട്ട് പാർട്ടി, വലിയവർക്കുള്ള പാർട്ടിയാണ്. അമ്മയെന്ന് പറയുന്നത് ലോങ്ങർ ജോഗ്രഫി എന്ന് പറയുന്നുണ്ട്. ഷീ സീം ടു നോ ഹൗ ടു ഇൻക്ലൈൻ ഹർ നെക്ക് ജസ്റ്റ് വെൻ ടു സിപ്പ് ഹർ സ്വേർലി ഡ്രിങ്ക്, and she understood the language of baritone voice and languid nails and words like emergency. I could have watched her all night. ഇപ്പോൾ പറയുവാണ്, എനിക്കറിയാവുന്ന അമ്മയല്ല ഇപ്പോഴത്തെ അമ്മ അഡൽട്ട് പാർട്ടിയിൽ നിൽക്കുന്നത്. അതേപോലെ അമ്മയ്ക്ക് എങ്ങനെയാണ് അമ്മയുടെ നെക്ക് ഇങ്ങനെ കുനിക്കേണ്ടതെന്നറിയാം. അതേപോലെ തിരിക്കേണ്ടതെന്നറിയാം, ഇൻക്ലൈൻ തിരിക്കേണ്ടതെന്നൊക്കെ അറിയാം. അതേപോലെ എപ്പോഴാണ് ഡ്രിങ്ക് സിപ്പ് ചെയ്യേണ്ടതെന്നറിയാം. അതേപോലെ വലിയ ലാംഗ്വേജസൊക്കെ അറിയാം. അതായത് ബാരിട്ടോൺ വോയിസസ് എന്ന് പറയുന്ന ലാംഗ്വേജ്, ലാക്വർ നെയിൽസ് ആൻഡ് വേർഡ്സ് ലൈക്ക് എമർജൻസി പോലത്തെ വാക്കൊക്കെ അറിയാം. അപ്പം അവൾക്കറിയാവുന്ന അമ്മയല്ല. അപ്പം ഒരു 8 വയസ്സുള്ള കുട്ടിയോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല അഡൽട്ട് പാർട്ടിയിൽ, ഗ്രോണപ്പ് പാർട്ടിയിൽ സംസാരിക്കുന്നത്. അതേപോലെ പിന്നെ മുഴുവൻ രാത്രി അമ്മേനെ വാച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഹൗ ഐ ഡിസ്കവർ ദാറ്റ് കീ ഹോൾ ഓൾവേസ് റിവീൽ മോർ ദാൻ ഡോർവേസ്. അപ്പോഴാണ് ഡിസ്കവർ ചെയ്തത്, അതായത് കീ ഹോൾസ് സീക്രട്ട് റിവീൽ ചെയ്യുന്നു അല്ലേ. അത് ഡോർവേസിനെ കാട്ടിയും, അതായത് നമ്മുടെ വാതിലിലൂടെ നോക്കുന്ന പോലെ അല്ല നമ്മൾ കീ ഹോൾസിലൂടെ നോക്കുമ്പം. കീ ഹോൾസ് കുറേ കൂടെ റിവീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം പുതിയൊരു ആളിനെയാണ് അവിടെ കാണുന്നത്. ടച്ചിങ് ഇൻ ദ വോൾ ഈസ് ഓൾ യു നീഡ് ടു ടംബിൾ ഇൻ എ പാരലൽ യൂണിവേഴ്സ്. ഇപ്പോൾ പറയുകയാണ് പാരലൽ യൂണിവേഴ്സായിട്ടാണ്
തോന്നിയത്. പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വേറൊരു യൂണിവേഴ്സ്, നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു ഇപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്ന എർത്ത് ആൻഡ് പാരലൽ യൂണിവേഴ്സിൽ നമ്മളെപ്പോലെ ഒരു ആളുണ്ട്. ആൾക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു ഡിഫറൻസ് മാത്രം കാണും. ഇപ്പം പാരലൽ യൂണിവേഴ്സിലെ ഒരു വ്യക്തി ഇപ്പം പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പം വേറൊരു യൂണിവേഴ്സിൽ അയാൾ ചിലപ്പോൾ പഠിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു തിയറിയാണത്. ദാറ്റ് മദേഴ്സ് ആർ വിമൺ. അപ്പം മദേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വിമൺ ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വിമൺ എന്ന് പറയുമ്പം ദർ ആർ ലോട്ട് ഓഫ് ഡ്യൂട്ടീസ് ടു ഡു. അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പം പിന്നെ പറയേണ്ട ഈ ടൈറ്റിലാണ്. ടൈറ്റിൽ എന്ന് പറയുമ്പം വെരി അപ്രോപ്രിയേറ്റ് ടു ദി പോമാണ്. ആസ് എ മദർ ഷീ വാസ് ജോഗ്രഫി ആയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് ഷീ വാസ് നോ ലോങ്ങർ ജോഗ്രഫി എന്ന്. അപ്പോൾ മദർ എന്ന് പറയുമ്പോൾ ജോഗ്രഫിയാണ്. ബട്ട് ആസ് എ പാർട്ടി ആനിമൽ ഷീസ് എ ലാൻഡ്സ്കേപ്പ് എന്ന് പറയാം. നൗ ദി ഗേൾ ഗെറ്റ്സ് എ പെർഫെക്റ്റ് പിക്ചർ ഓഫ് ഹെർ മദർ ആസ് എ പാർട്ടി ആനിമൽ എന്നാണ് പറയുന്നത്. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഈസ് ഓൾ ദി വിസിബിൾ ഫീച്ചേഴ്സ് ഓഫ് ദി ലാൻഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് അപ്രിഷ്യേറ്റഡ് ഫ്രം ദി ഈസ്തറ്റിക് ആംഗിൾ. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഈസ്തറ്റിക് അപ്പീലിംഗ് വെൻ ഓൾ ഇറ്റ്സ് പാർട്ട് ഇൻറ്റിഗ്രേറ്റ് ഇൻ ടു വൺ. അപ്പം ഗേള് നമ്മുടെ കീഹോളിലൂടെ നോക്കിയപ്പം എന്താണ് കണ്ടതിനെ എന്താണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാൻഡ്സ്കേപ്പാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ലാൻഡ്സ്കേപ്പ്. അത് അവളുടെ അമ്മയാണ്, ലാൻഡ്സ്കേപ്പ് അല്ല, അമ്മയാണ്. ഇറ്റ് ഈസ് നോട്ട് ഹെർ മദർ, ഇറ്റ് ഈസ് എ വിമൺ എന്നാണ് നമ്മൾ ലാസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ട് തീരുന്നത്. അപ്പോൾ ഇത്ര എളുപ്പം. താങ്ക് യു.